ഫ്രീഡം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കിടക്കുന്നത് ഒരു വീൽ ചെയറാണ്. വീൽ ചെയർ എന്ന് പറഞ്ഞാൽ കമോഡ് വീൽ ചെയറാണ്. നമുക്ക് യാത്രയിലോ കൊണ്ടുപോകാൻ പറ്റുന്ന പീസാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കമോഡ് വീൽ ചെയറാണ്. അപ്പോൾ എങ്ങനെയാണത് അറ്റാച്ച് ചെയ്തിട്ടൊരു വീൽ ചെയറാക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ബാക്ക് റെസ്റ്റ് ഫിറ്റ് ചെയ്യാൻ പോകണം. ഈ കാണുന്ന പോലെ നമുക്ക് ബാക്ക് റെസ്റ്റ് ഇതേപോലെ സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഹോളിലേക്ക് ഇറക്കി വെച്ചാൽ അവിടെ ഒരു ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. കാണുന്ന പോലെ നമുക്ക് ജസ്റ്റ് ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ബാക്ക് റെസ്റ്റ് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്തു. ഇനി ഇതിൽ നമ്മളുടെ കമോഡ് കുഷ്യൻ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് കമോഡ് ഫിറ്റ് കുഷ്യൻ. ഇതിൽ കുറേ ഇതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പ്, ഇതിൻ്റെ പേര് ഇതിൽ കുറേ ക്ലാമ്പുകൾ വരുന്നുണ്ട്. ഈ ക്ലാമ്പ് നമ്മുടെ ഈ പൈപ്പിലേക്ക് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആംബ്രസ്റ്റ് വെച്ചോ. അതുപോലെ തന്നെ ഫൂട്ട് റെസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഫൂട്ട് റെസ്റ്റ് എല്ലാ വീൽ ചെയറിലെയും പോലെ തന്നെ സൈഡിൽ നിന്നിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഫൂട്ട് റെസ്റ്റാണ് വരുന്നത്. ഇത് ശരിക്കും ചെറിയ വണ്ടിയിലൊക്കെ പീസാക്കിയിട്ട് എവിടെ കൊണ്ടുപോയിട്ടുള്ള അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ. കുറേ ആൾക്കാർ അന്വേഷിക്കുന്നൊരു മോഡലാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മേളത്തെ ടോപ്പ് കുഷ്യൻ വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാനുവൽ വീൽ ചെയറായിട്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ആംബ്രസ്റ്റാണ് വന്നിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഡിറ്റാച്ച് ചെയ്ത് നോക്കാം. അതുപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുന്നൊരു ആംബ്രസ്റ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആവശ്യമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് സ്ക്രൂ ചെയ്തിട്ട് ഇതിൽ പിടിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പിടിപ്പിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നോക്കുക. അപ്പോൾ നമ്മൾ ആംബ്രസ്റ്റ് ഇതിലൊന്ന് അറ്റാച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് ആംബ്രസ്റ്റ് സ്ക്രൂ ഇട്ടിട്ട് വാഷർ ഇടുക. വാഷർ ഇട്ടതിൻ്റെ ശേഷം ജസ്റ്റ് ഇവിടെ മുറുക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് റെസ്റ്റ് ഫിറ്റ് ചെയ്തു, 2 ആംബ്രസ്റ്റ് ഫിറ്റ് ചെയ്തു, ഫൂട്ട് റെസ്റ്റ് ഫിറ്റ് ചെയ്തു, അതിൻ്റെ കുഷ്യൻസ് ഫിറ്റ് ചെയ്തു. പിന്നെ ഇത് ഇങ്ങനെ അടിയിൽ ജാം ആവാതിരിക്കാൻ വേണ്ടി ഒരു ബാർ അടിയിൽ വരുന്നുണ്ട്. ആ ബാറും കൂടി ജസ്റ്റ് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ കമോഡ് വീൽ ചെയർ കേട്ടോ. ഈ സംഭവം വളരെ സിമ്പിളാണ്. നമുക്ക് ഇതേപോലെ കുറേ പാർട്സുകളാക്കിയിട്ട് വണ്ടിയുടെ ഏതെങ്കിലും കോർണറിൽ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചുകൊണ്ട് പോകാം. ആവശ്യമുള്ള സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിൽ നേരെ യൂറോപ്യൻ ക്ലോസറ്റിൻ്റെ മുകളിലേക്ക് ഇതേപോലെ തള്ളിക്കൊണ്ട് കയറ്റി കഴിഞ്ഞാൽ ക്ലോസറ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടും ഉപയോഗിക്കാൻ പറ്റും. കുളിക്കാനും നനക്കാനൊക്കെ പറ്റുന്നൊരു മോഡലാണ്. ഇനി ജസ്റ്റ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ആംബ്രസ്റ്റും ബാക്ക് റെസ്റ്റും മാത്രം ഒരു മാറ്റിയിട്ടും കൊണ്ടുപോകാൻ പറ്റും. ഫൂട്ട് റെസ്റ്റ് ഊരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആംബ്രസ്റ്റ് തന്നെ ഇതേപോലെ അടിയിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് ഇതിലേക്ക് സ്ലൈഡ് ചെയ്ത് മാറാനൊക്കെ പറ്റും. അപ്പോൾ 2 സൈഡിലെ ആംബ്രസ്റ്റ് നമുക്ക് ഇതേപോലെ അടിയിലേക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കൊണ്ടുപോകേണ്ട സമയത്ത്, എവിടേക്കെങ്കിലും കൊണ്ടുപോകേണ്ട സമയത്ത് ഈ ബാക്ക് റെസ്റ്റും ആംബ്രസ്റ്റും മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഇതിന് ഡിറ്റാച്ച് ചെയ്തെടുത്താൽ അടിയത്തെ സംഭവം മാത്രമാക്കിയിട്ടും കൊണ്ടുപോകാൻ പറ്റും. ഇതേപോലെ ഈ പീസ് മാത്രം ഇങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് ഫ്രെയിമായിട്ടും കൊണ്ടുപോകാം, ഇത് വേറെയും കൊണ്ടുപോകാം. അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്ത് ചെയ്യുക, പാർട്സ് ആക്കിയിട്ട് ഫുള്ളാക്കിയിട്ടും ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന വീൽ ചെയർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം നിങ്ങളെ വീട്ടിലത് ഡെലിവറി ആയിട്ട് നമ്മൾ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വിളിക്കുക, ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ ഷെയർ ചെയ്തിട്ട് ആവശ്യമുള്ള ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.